ഇവിടെ ഇപ്പം അമ്മ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, നമ്മുടെ തളമീനല്ലേ? തളമീനാണ് കിട്ടി. അപ്പം അത് തളമീൻ കിട്ടി, നമ്മളത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലാകുമ്പോൾ തന്നെ നമ്മുടെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് നമ്മളെ നല്ല നാടൻ വിഭവങ്ങളുമായിട്ടാണ് വരുന്നത്. തളമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തളമീൻ വെച്ച് നല്ലൊരു മീൻകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പം അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ നാടൻ വിഭവങ്ങളിലോട്ട് പോകും. നല്ല നാടൻ കോട്ടയം സ്റ്റൈൽ മീൻകറി. നേരെ പോയാലോ? അപ്പോൾ ഞങ്ങൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി മുളകും പുളിയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ കോട്ടയംകാർക്ക് ഒരു ഇച്ചിരി എരിവൊക്കെ കൂടുതൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതും കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ബാക്കി എല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം ബാക്കി കാണാം. നമ്മുടെ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. തക്കാളിക്കൊക്കെ ഒന്ന് തക്കാളിക്കയിലൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഇപ്പം നമുക്ക് ഇഞ്ചിയും കൂടെ അരിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അരിയാനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിക്ക, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം തള മീൻ എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അതേപോലെ തന്നെ ഉള്ളി. ഇനി നേരെ പാചകത്തിലോട്ട് കിടക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നാവും. ചൂടാകാൻ ഒരു ഇച്ചിരി താമസം വരുമെന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒരു 2-3 ഉലുവായും കൂടെ, ഒത്തിരി വേണ്ട. അടുത്ത നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. വെളുത്തുള്ളിയും കൂടെ കുറച്ച് കരിവേപ്പില. അപ്പം നമ്മുടെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസും കൂടെ വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതും എഡിറ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഉള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ബന്ദിപ്പൂരൊക്കെ പോയതും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ആന കയറി വന്നതും എല്ലായിട്ടുള്ള കുറേ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും പുറകെ വരും. കുറേ പ്രശ്നങ്ങൾ വന്നായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സമയത്തിനനുസരിച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കാര്യത്തിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് ഉള്ളി ഇടാൻ പോവാണ്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തക്കാളിക്ക ചേർത്ത് കൊടുക്കുക.
ചിലവർ മീൻ കറിക്കകത്ത് ചിലപ്പം തക്കാളിക്ക് ഇടാത്തവരും ഉണ്ടാകും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തക്കാളിക്കയും കൂടെ ഇട്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരും. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ല, ചില ആൾക്കാർക്ക് തക്കാളിക്ക വേണം, എന്തെങ്കിലും ഉള്ളിയും തക്കാളിക്കൊക്കെ. ചിലവർക്ക് വേണ്ട, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടും വേണം, രണ്ടും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എരിവും നിൽക്കണം, പുളിയും വേണം, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയതാണ് നമ്മുടെ നാവിൻ്റെ രുചി എന്ന് പറയുന്നത്. എന്തായാലും തക്കാളിക്ക പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അതിനുശേഷം നമുക്ക് മസാലകളെല്ലാം ഇടാം അല്ലേ. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ ഇനി അടുത്തത് മുളക് പൊടി ഇടാൻ പോവുകയാണ്. നമ്മുടെ നാടൻ മുളകാണ് ഇടുന്നത്. കാരണം എരിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്ക് ഇച്ചിരി എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടു, നാടൻ മുളക് പൊടി ഇട്ടു. അതുകൂടാതെ തന്നെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം കളറും കിട്ടും, നല്ല നാടൻ മുളക് ചേർത്തുകൊണ്ട് നല്ലൊരു എരിവും കിട്ടും. നമുക്ക് മല്ലിപ്പൊടി വറുത്ത് വെച്ചതായത് കാരണം നമുക്ക് മുളകൊക്കെ മസാലകളൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നേരത്തെ തന്നെ ഒന്ന് വറുത്ത് വെച്ചിരുന്ന പൊടിച്ച് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മറ്റുള്ള മസാലകളൊക്കെ ചൂടായതിനു ശേഷം മാത്രം ഒന്ന് ഇട്ടാൽ മതി. ഒരു ശകല ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം, ഇത്തിരി വേണ്ട. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് നമ്മളിപ്പം ഉലുവാപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ. ഇനി ഒന്നും കൂടെ ചൂടായി വരട്ടെ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടു, അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള കൊടംപുളി, മീൻ കറിക്ക് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ കൊടംപുളി കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ആ കൊടംപുളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കൊടംപുളിയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ആ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അതുപോലെ തന്നെ ഉപ്പും കൂടെ നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. ഇനി എന്തായാലും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അല്ലേ. കുറേ നേരമായി അവനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് നമ്മൾ 1 കിലോ മീനാണ്, 1 കിലോ 100 ഇത്. 100 പറയണ്ടല്ലോ, അതുകൊണ്ടാണ് 1 കിലോ. ഒന്നെന്ന് തന്നെ പറയാം, കാരണം എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ മീൻ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ മീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പം നമ്മൾ ഇളക്കുന്നില്ല, അതിന് പകരം നമ്മൾ ചുറ്റിച്ച് വേണം ഇനി എടുക്കാൻ വേണ്ടി കേട്ടോ. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മളൊന്ന് ചുറ്റിച്ചൊക്കെ വേണം. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് നല്ലപോലെ തിളപ്പിക്കണം. തിളച്ച് വേകട്ടെ, മീൻ വേകട്ടെ. ഒരു 10-20 മിനിറ്റ് വേണം അല്ലേ. എന്തായാലും അവനവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അടപ്പൊന്ന് പൊക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടല്ലേ.
മീൻ വെന്തിട്ടുണ്ട് പറ്റുകയും ചെയ്യും. ഇനി നമുക്ക് വാങ്ങാം. വാങ്ങി ഒന്ന് തണുത്തതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ പുളിയും എരിവൊക്കെ കഷ്ണത്തേലും കൂടി ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ശരിക്കും അടിപൊളിയായിരിക്കും. നമ്മുടെ മീൻകറി വാങ്ങി വെക്കാം. അപ്പം മീൻകറിയൊക്കെ ദേ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിള എതിരായിട്ടും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അത് തന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അപ്പോഴാണ് പൂർത്തിയാകത്തുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കൂട്ടി ഒന്ന് കഴിക്കാം. മുളകും പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. കഷ്ണത്തേലൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മീൻകറിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ തള മീൻകറി സൂപ്പറാണ്. അപ്പോൾ ഈ രീതിയിൽ വെക്കേണ്ടവർക്ക് ഉറപ്പായിട്ടും വെക്കാം കേട്ടോ. നല്ല രുചിയാണ്. നമ്മുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുളകും കുറച്ച് ഉപ്പും പുളിയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് തന്നെ മുന്നോട്ട് നിൽക്കണം. എന്നാലുള്ള ആ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെന്തായാലും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ ആണ് മീൻകറി വെച്ച് നല്ല മുളക് വറ്റിച്ച് വെച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തള മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. അപ്പം പുതിയ യാത്രകളും പുതിയ നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് അടുത്ത ദിവസം ഓടി വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ.